അപ്പൊ ഇന്നത്തെ പരിപാടി ലൈസൻസ് കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് വണ്ടി തൊടാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെ ഉണ്ടാവും? എത്ര ആളാണ് ലൈസൻസ് കിട്ടിയിട്ട്? 6 മാസം കഴിഞ്ഞിരിക്കുകയാണ് ലൈസൻസ് കൈ കിട്ടിയിട്ട്, ഫിസിക്കൽ ലൈസൻസ് കൈ കിട്ടിയിട്ട്. ലേണേഴ്സ് അല്ല കേട്ടോ, ഒറിജിനൽ ലൈസൻസ് കൈ കിട്ടിയിട്ട്. അതിനുശേഷം ഞാൻ വണ്ടി കൊഴുത്തിട്ടില്ലെന്നോ നീ വണ്ടി ഓടിച്ചിട്ടില്ലെന്നോ? KUV ഓടിക്കായിരുന്നു. വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, മഹീന്ദ്ര KUV ഉണ്ടായിരുന്നു, അത് ഓടിക്കുമായിരുന്നു ഞാൻ. എൻ്റെ ഗ്ലാൻസ് അങ്ങനെ കൊടുക്കില്ലായിരുന്നു, കാരണം ഇപ്പോഴും കൊടുക്കാൻ വലിയ മനസ്സൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ മറന്നു. നമ്മൾ വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ, കുറേ നാൾ ഓടിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ടച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോകും. സോ ഇന്ന് അത് തീർത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ആറന്മുളോട്ട് പോകുന്ന വഴി, മാവേലിക്കരയിൽ നിന്ന് ആറന്മുളോട്ട് പോകുന്ന വഴി ഉള്ളവരുടെ കൊടുക്കാം. ആഫ്റ്റർ എ ലോങ് ടൈം എങ്ങനെ ഉണ്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? സെറ്റ് ആയിരിക്കുന്നില്ലേ? കാണാം. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അയ്യോ, എന്താവുമെന്ന് കണ്ടറിയാം. ഞാൻ വണ്ടി ഇങ്ങനെ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാർ. ഓക്കെ, ഇതാണ് നമ്മുടെ കാർ, ഗ്ലാൻസ. ഐശ്വര്യമായിട്ട് കയറിക്കോ, ധൈര്യമായിട്ട് അങ്ങോട്ട് കയറിക്കോ. അയ്യോ, ഞാനും കയറട്ടെ. സെറ്റല്ലേ? കോൺഫിഡൻ്റ് ആണല്ലോ അല്ലേ? ഇപ്പോൾ ഒരു പോക്കുണ്ട് മോളെ. ചെല്ല് ബോണ്ടിൻ്റെ അടുത്തോട്ട്. ബൈ. എത്തിയോ? ഇട്ടായിരുന്നോ? അത് ഹൈറ്റ് കൂട്ടും, അവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ സൈഡിൽ ഹൈറ്റ് കൂട്ടും. അത് പോക്ക്. അത് സീറ്റാ. ഫ്രണ്ടിൽ സാധനമുണ്ട്. അല്ലാതെ കുറച്ചൊരു മുമ്പോട്ട് നിൽക്കുമ്പോൾ ഒരു സാധനമുണ്ട്, അത് പോക്ക്. പോക്ക്. ഹൈറ്റ് പോട്ടെ. ഓക്കെ, ഓൾ സെറ്റ്. ഇത്രയുള്ളൂ. അത്രയും പോരെ? എവിടെ പോകുന്നത്? ഇതല്ലടി, ഇതെവിടെ പോകുന്നു ദൈവം? ഇവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമാണ്. എന്റെ ഷൂ കിടക്കുന്നത്. എന്റെ കാണാതെ പോയ ഷൂ. സീറ്റ് ബെൽറ്റ് ഫോർ അവർ സേഫ്റ്റി. ഞാനിപ്പോ ഇവള് അവിടെ, ഞാൻ ഇവിടെയാണല്ലോ ദൈവമേ. വേണ്ട, ഓടിച്ചു. ക്ലച്ചും ബ്രേക്കും ഒക്കെ എവിടെയാണെന്ന് അറിയാലോ. ഹാൻഡ് ബ്രേക്ക് ഒക്കെ മാറ്റുന്നത് കാണട്ടെ. ഓ എന്റെ മോനെ, അടി. ഫ്ലാഷ് ബാക്ക്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് മാറ്റ്. ഇങ്ങോട്ട് ഒന്ന് മാറ്റ്. കമോൺ മാറ്റ്. പറ്റും. ഇങ്ങനെ കൈ വെക്ക. ബാത്റൂമിൽ പോണോ? ഞാൻ ബാത്റൂമിലോട്ട് വണ്ടി റെഡിയാക്കട്ടെ. കമോൺ, പോടെ ഇറക്കാം. പിന്നെ അവള് ഓടിച്ചെടുക്കരുത്, പോട മുട്ട. നീ അവിടെ നിന്ന് ഫോണിൽ കളിക്കടാ. നിനക്ക് പറ്റുമോ? തോറ്റോ ഇപ്പൊ പറയണം. എന്നാ ശ്രമിച്ചോ? തോറ്റു. ഞാൻ പൊളിയെന്ന് പറ. ഞാൻ പൊളിയെന്ന് പറ. മതി. തോറ്റു സമ്മതിച്ചു. തോറ്റു. ഡീൽ. നാരായണ തോറ്റു. അവള് തോറ്റു. കളിയെ. അതെ. ഞാൻ എപ്പോഴും ഈശ്വര. ഗ്ലാസ് സൈഡ് മിറർ ഒക്കെ നോക്കിയല്ലോ, എല്ലാം സെറ്റ് ആണല്ലോ, വേറെ പ്രശ്നമില്ലല്ലോ. എടി, ഇത് ഭയങ്കര വൃത്തിയായിട്ട് പൊസിഷനിലിരിക്കുന്നത്. കുറച്ച് സീറ്റ് പുറത്താക്കി. ഗിയർ ഒക്കെ ഇടാൻ പറ്റുമോ നിനക്ക്? ഇതിപ്പോ ഏതാ ഗിയറിട്ട്? സൈഡൊക്കെ നോക്കിട്ടെടുത്തു. അളവൊക്കെ ഇച്ചിരി പതുക്കെ തിരികി. നോട്ട് ബാഡ്, കുഴപ്പമില്ലാതെ ഓടിക്കുന്നുണ്ട്. ട്രാഫിക് വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. ഇതിപ്പോ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ ഏത് പൊട്ടക്കണ്ണനെ ഓടിക്കാം. ട്രാഫിക് ഒക്കെ വരുമ്പോഴാണ് സ്പീഡ് കുറയ്ക്ക്. ഇപ്പൊ ഒറ്റ മനുഷ്യനില്ല ഗൈസ് റോഡിൽ, സോ വലിയ പ്രശ്നമില്ല. ട്രാഫിക്കിലോട്ട് കയറുമ്പോഴാണ്. ചെങ്ങന്നൂരിലും ഓടിക്കാവോ? ഓക്കെ, ഇനിയിപ്പോ വീട് വരെ പോട്ട്. ഈ സ്കൂട്ടറുകാരാണ്. കയറി. ഈ സ്കൂട്ടറുകാരെയാണ് സഹിക്കാൻ വയ്യാത്തത്. ഇടക്കൂടെ കയറിക്കൊണ്ട് പോകും. നടുക്കൂടെ തിരിയരുത്, സൈഡിൽ കൂടെ. നിനക്ക് സൈഡ് ഏതാ? ഇപ്പോഴും അങ്ങോട്ട് വശമില്ലെന്ന് തോന്നുന്നു. ഇല്ല, പേടിക്കണ്ട. നീ ഇത് സെന്ററാക്കി പോയാൽ മതി. അത് ഞാൻ പിന്നെ പറഞ്ഞു. അല്ല, ആ ഇരിപ്പ് ഇങ്ങനെ, ആ രീതിയിലാണ് അവളുടെ ഇരുത്തം. സോ ചുമ്മാ മാറ്റോ. വളവ് വരുന്നു, ആക്സിഡന്റ്. അയ്യോ ബ്രേക്ക്. എന്നാ ഗിയർ ഇട്. ഏതെങ്കിലും ഗിയറൊക്കെ കേടുവാ. ഇടയ്ക്ക് ഫസ്റ്റ് നോക്കി. ഫസ്റ്റിന് ഇച്ചിരി കട്ടി ആയതുകൊണ്ട് നൈസായിട്ട് സെക്കൻഡോ തേടോ ഫോർത്തോ ഏതെണ്ണം കിട്ട്. ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന എന്റെ കാറാ, നിങ്ങൾക്കറിയാലോ. ക്ലച്ച് ഔട്ടി കളിക്കുന്നു. പുള്ളി പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ക്ലച്ച് മാറ്റേണ്ട അവസ്ഥ വരും. ക്ലച്ചിന് കൊള പഠിക്കുന്നവർ കമന്റിലോ. ക്ലച്ച് ഇത് ഏത് ഗിയറായത്? തേടൊക്കെ ഇപ്പൊ ഇങ്ങനെ ആക്കിയോ? ഒന്നുകൂടെ മോള് തേടിട്ടെ. ഇത് ഞങ്ങളുടെ നാട്ടിൽ 5th എന്നാണ് ഇതിന് പറയുന്നത്.
അത് ആ ഇപ്പൊ എന്തിനാ തേടിട്ടെ ആണ്ട് സ്പീഡ് 50 കിലോമീറ്റർ മണ്ടയ്ക്ക് പൊക്കോണ്ടിരുന്ന വണ്ടിയാ. അടി 40 കിലോമീറ്റർ മുകളിൽ 5th ഗിയർ ഇട്ട് ഓടിക്കാവുന്ന. ഇപ്പൊ കുറച്ചുമ്പോ നീ ഓടിച്ചെന്താ മോളെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് നിനക്ക് ഇങ്ങനൊക്കെ കാണിക്കാം. ഡീസലെല്ലാം ആയിരുന്നെങ്കിൽ പുറകെ ഇരിക്കുന്നവൻ കരിഞ്ഞേനെ. അതൊക്കെ എങ്ങനെയാ മോളെ, നീ ഋഷിയുടെ സ്വിഫ്റ്റ് എടുത്തോണ്ട് വാ. പിന്നെ ഈ റോഡ് പിന്നെ മൊത്തം വളവും തിരിവായോണ്ട് സെക്കൻഡും തേർഡൊക്കെ ധാരാളം. തേർഡിൽ തന്നെ നമുക്ക് ക്രൂസ് ചെയ്ത് പോവാം, വലിയ സ്പീഡിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതാണ് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര സെറ്റപ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ റെയിൽവേ സ്റ്റേഷൻ. പക്ഷെ അതിനനുസരിച്ചുള്ള ഇതില്ലാതെ പോയി. ഇത് തുരങ്കം. പണ്ട് എപ്പോഴും പോകുമ്പോൾ ഹോൺ അടിക്കുമായിരുന്നു. എക്കോ വെക്ക. ഞാൻ ഹോൺ അടിച്ചോളാം, നീ പൊടി. നേരെ പോട്ടെ. അയ്യോ വൺ വേ കൂടെ ഒന്നും പോവല്ലേ. എല്ലാവരും വൺ വേ കൂടാണ് കൈസ് പോകുന്നത്. പക്ഷെ നമ്മളെപ്പോഴും നേർവരിയിൽ ഇങ്ങനെ അല്ലടി. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൂടെ കാണിച്ചത്. അപ്പൊ ചെങ്ങന്നൂരിന്റെ കേട്ടത്തിൽ ഇവിടെ കയറ്റമുണ്ട്. ആ ഓക്കെ. ഇതിനകത്ത് ഹിൽ ഹോൾഡേഴ്സ് ഉണ്ട് മോളെ. മോളിതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ സാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കം നമ്മുടെ ബസ് സ്റ്റാൻഡ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡ്. യെസ് അവിടെ ഭയങ്കര കൺവീനിയന്റ് ആണ്. അതുകൊണ്ട് ഈ കാണുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതുകൊണ്ട് ഈ കാണുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പർ സൈഡിൽ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബസ് സ്റ്റാൻഡും ഉണ്ട്. ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ മൊത്തം എപ്പോഴും തിരക്കാണ്. സീസൺ സമയത്തൊക്കെ ഇവിടുന്ന് ഇതൊരു വണ്ടി ഒരു സ്കൂട്ടർ കൊണ്ടാൻ പറ്റത്തില്ല. അമ്മാതിരി തിരക്കാണ്. ഫുൾ അയ്യപ്പന്മാരും. യെസ് അതൊക്കെ ഒരു വൈബാണ്. കണ്ട ശബരിമലയ്ക്ക് ഇവിടുന്ന് വെറും 94 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അമ്പലത്തിന്റെ റിവ്യൂ. ഓക്കെ, എങ്ങനെ ഒരു കയറ്റുമെന്ന് നമുക്ക് നോക്കാം. ട്രാഫിക് ബ്ലോക്ക് ഇല്ല, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഹിൽ ഹോൾഡ് ഉണ്ട്. നീ ക്ലച്ച് താങ്ങുക. 3 സെക്കൻഡിൽ കൂടുതൽ നിന്ന് വെച്ചോണ്ടിരിക്കുന്നത്. ക്ലച്ച് താങ്ങുക, അതൊക്കെ അങ്ങ് ആക്സിഡന്റ് എടുക്കുക. ചവിട്ടി അങ്ങ് എടുക്കരുത്. നോർമലായിട്ട് എടുക്കുന്ന പോലെ അങ്ങ് എടുത്താൽ മതി. നോർമൽ റോഡിൽ എങ്ങനെ എടുക്കുന്നു അതുപോലെ അങ്ങ് എടുത്താൽ മതി. ആ ഓക്കെ, പച്ചയായിട്ടുണ്ട്. ഹിയർ വി ഗോ. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. യെസ്, സ്കൂൾ പോട്ടെ. ആക്സിഡന്റ് കൊടുത്ത് പോയാൽ മതി. ആ കയറിക്കോ, പോട്ടെ. കയറിക്കോ. ചാട്ടമുണ്ട്. ആ ഗിയർ മാറ്റിക്കോ. എന്തിനാ കത്തിക്കുന്നേ? ആക്സിലേറ്റർ കൊടുക്കുക. ആക്സിലേറ്റർ പ്രോപ്പറായിട്ട് കൊടുക്കാത്തതുകൊണ്ട് ആ ചാട്ടം വരുന്നത്. ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്യുന്ന ആ ടൈമിൽ അതുപോലെ തന്നെ ആക്സിലേറ്ററും കൊടുക്കണം. ക്ലച്ച് മണ്ടക്കോട്ട് വരുന്ന പോലെ ആക്സിലേറ്റർ താഴോട്ടും പോകണം. എന്നാലേ ഈ ചാട്ടമൊക്കെ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ചെങ്ങന്നൂരിൻ്റെ MC റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ കാണുന്നത് നമ്മുടെ സ്വന്തം ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പം ഇട്ടതാണല്ലേ നന്നായി. ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടോ. മീൻകാരടിക്കുന്ന പോലെ ഹോൺ അടിക്കാൻ നിർബന്ധമൊന്നുമില്ല മോളെ. ഞാൻ അടിക്കുന്ന ഹോണിന്റെ സ്റ്റൈലുണ്ട്. ഞാൻ അടിക്കുന്ന ഹോണിന് സ്റ്റൈലുണ്ട്. ഇങ്ങനെ ക്ലക്ക് ക്ലക്ക് ആ സാധനം. നീ അടിക്കുന്ന ഇപ്പോഴെങ്കിലും അങ്ങോട്ട് വന്ന്. പിന്നല്ലാതെ ഞാനുണ്ട് നിന്റെ കൂടെ. 3 അല്ല 6 എനി പടി 3 അല്ലേ 8 ഓടിക്കുന്നവരോടെ ചോദിക്കും. അടുത്തിരിക്കുന്നവരോട് ചോദിക്കുന്നില്ലയോ? വേറെ ഏതെങ്കിലും അമ്മമാരെ കൂടെ ഉള്ളത്. അപ്പൊ 3 ആണോ 8? മക്കളെ നോക്കട്ടെ, കണ്ണാടി എടുക്കട്ടെ. സെക്കൻഡ് ഗിയർ ഇട്ടോ, അല്ലെങ്കിൽ വണ്ടി ചാടും. ഗിയർ ഇടുന്ന സൗണ്ടാണോ കേട്ടെ? എന്നിട്ടൊരു ഉളുപ്പില്ലാതിരിക്കുന്നുണ്ടോ? ഡാഡിക്ക് വിളിച്ച എൻ്റെ ഡാഡി നിന്റെ ഡാഡി സെയിം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തോ പറയാനാ, എൻ്റെ വണ്ടി ആയിപ്പോയി. ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ സ്കൂള്. മെട്രോപൊളിറ്റൻ അല്ലേ? മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ. അത് പുതിയകാവ് പള്ളിയാണ് ആ കാണുന്നത്. ആ കാണുന്നത്. അയ്യോ നിങ്ങൾക്ക് കണ്ടില്ലെന്ന് തോന്നുന്നു. യെസ്, ഇവിടെ ഫ്ലാറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഏരിയയിൽ ഉള്ള ഒരേ ഒരു ഫ്ലാറ്റ് ഇതാണ്. നീ ഇപ്പോഴും ഞാൻ പറയട്ടെ, നീ ഇപ്പോഴും ഗിയറിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അല്ല അയ്യോ അത് എന്റെ കുഴപ്പമാണോ? പിന്നെ ആരുടെ കുഴപ്പം അത്? എടി സീറ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓ വണ്ടിയുടെ പ്രശ്നം. നോട്ടഡ്. എടി ഒരു കാര്യം, ഡ്രൈവിംഗിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഡ്രൈവിംഗിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ മറ്റുള്ളവർ വണ്ടി ഓടിക്കുമ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കും. ഒബ്സർവേഷൻ അതുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഇത് വണ്ടി കയറുമ്പോൾ ഉടനെ ഫോൺ നോക്കി അല്ലെങ്കിൽ ബ്ലാന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ടീംസ് ഇഷ്ടം പോലെ ഉണ്ട്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. പക്ഷേ അങ്ങനെ നോക്കുന്നവർക്കൊന്നും ഡ്രൈവിംഗ് നല്ല പഠിക്കാൻ പറ്റത്തില്ല. ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഒരു 50% നമുക്ക് കാര്യങ്ങൾ സ്മൂത്തായി എടുക്കാം. ബാക്കി പ്രാക്ടിക്കൽ മതി. നിനക്ക് ഒബ്സർവേഷൻ എന്ന സാധനം ഇല്ല. ഈ ഒബ്സർവേഷനും കാൽക്കുലേഷനും ഒക്കെ ഉണ്ടെങ്കിൽ റോഡിൽ കൂടെ നമുക്ക് ഗുസ്തി കാണിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ കാലത്ത് വണ്ടി ഓടിക്കണമെങ്കിൽ അതൊക്കെ വേണം.
ആ നോർമലി പോണെങ്കിൽ പുറകെ ഇരുന്നാൽ നിന്നെ ഇടിച്ചോണ്ടങ്ങ് പോകും. കുഴപ്പമില്ല, നിന്നോട്ട് നിൽക്കുമ്പോ ഉണ്ടല്ലോ, ഇവരോട് നിൽക്കുമ്പോ എങ്ങനെയാണെന്നറിയാവോ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു അറ്റാക്ക് വരും, അതുകൊണ്ടാ പോകുന്നത്. എടി ഞാൻ മര്യാദയ്ക്ക് കൊണ്ടുവന്നുള്ളൂ. മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നതാ. കുറച്ചു മുമ്പ് കേട്ടില്ല, പുറകെ ഇരിക്കുന്നവൻ ഹോൺ അടിച്ച് അവൻ ഉറക്കി അവൻ നോക്കി പേടിപ്പിക്കുന്ന പോകുന്നവരെ സ്ഥലം കൊടുത്തു. എവിടെ എത്ര സെന്റ് കൊടുത്തു മോള്? അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സേഫായിട്ട് ഇവിടെ എത്തി സുഹൃത്തുക്കളെ, സേഫായിട്ട് ഇവിടെ എത്തി. പക്ഷെ ഓടിക്കുന്നുണ്ട് കേട്ടോ, അവൾ ഓടിക്കുന്നുണ്ട്. അവളിപ്പോൾ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ കാണാനും പറ്റത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവൾ നല്ലപോലെ ഓടിക്കുന്നുണ്ട്. 6 മാസത്തിൻ്റെ ഗ്യാപ്പാണെങ്കിലും അത്ര വലിയ ബബ്ബ ഫീലിംഗ് ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു സുഹൃത്തുക്കളെ. എന്തായിരുന്നു എക്സ്പീരിയൻസ് ഇവിടെ പറ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ എക്സ്പീരിയൻസ് പറ, എന്തുള്ളായിരുന്നു? എവിടെ പോകുന്നു പറഞ്ഞിട്ടോ? അല്ല 6 മാസത്തിന് ശേഷം നല്ലപോലെ ഓടിക്കുമല്ലോ. 6 മാസത്തിന് ശേഷം റോഡ് നല്ലതല്ലേ ഓടിക്കുന്നത്? മോളെ തെറ്റ് കാണിച്ച അടി തരും. അത് ആരായാലും തരും. പറ. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ പറ. ബൈ. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ. പുതിയ വീഡിയോസ് വരുന്നുണ്ട്, എപ്പോഴെങ്കിലൊക്കെ വരും. ശരി. ഗുഡ് ജോബ്. അല്ലേ, വീഡിയോയ്ക്കകത്ത് നമ്മൾ അങ്ങനെ പലതും പറയും, പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ. അല്ല അങ്ങനെയല്ലേ, നമ്മൾ വീഡിയോയ്ക്കകത്ത് അങ്ങനെ പലതും പറയത്തില്ല, അങ്ങനല്ലേ?